ലോകമെമ്പാടും കറൻസി നോട്ടുകൾ പേപ്പറിൽ ആണ് നിർമ്മിക്കുന്നത്, അത് ക്രയവിക്രയം ചെയ്യുന്നത്. നമ്മുടെ ഭാരതത്തിലെ കറൻസി നോട്ടുകൾ മുഖം മാറ്റാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇനി പോളിമർ എന്ന പ്ലാസ്റ്റിക് സമന്വയത്തിലായിരിക്കും നമ്മുടെ നോട്ടുകൾ പുറത്തിറങ്ങുക. ഡിജിറ്റൽ പേയ്മെന്റ് ഇത്രയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ കറൻസി നോട്ടുകളുടെ ക്രയവിക്രയം അതേപടി തന്നെ നിലനിൽക്കുന്നു. ഒട്ടും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക്, ബാങ്ക് ജീവനക്കാർക്ക്, വ്യാപാരികൾക്ക്, പൊതുസമൂഹത്തിന് സൗകര്യമായി നശിക്കാത്ത രീതിയിലുള്ള, കീറാത്ത, എന്തെങ്കിലും അഴുക്ക് പറ്റിയാൽ കഴുകിക്കളയാവുന്ന രീതിയിലുള്ള പോളിമർ കറൻസി നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പദ്ധതി പ്ലാൻ ചെയ്യുന്നു. അതിന്റെ പൈലറ്റ് പ്രോജക്റ്റ് വൈകാതെ തന്നെ പുറത്തിറങ്ങും എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നോട്ടുകളുടെ മുഖം മാറുകയാണ്. ആകൃതിയും പ്രിന്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ. പക്ഷേ നോട്ടുകൾ ഇനി നിർമ്മിക്കുന്നത് പാപ്പറസ് ചുരുളുകളിൽ അല്ല, പോളിമർ എന്ന പ്ലാസ്റ്റിക് സമന്വയത്തിലായിരിക്കും നിർമ്മിക്കുക. ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ദീർഘകാലമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കെമിക്കൽ ശാസ്ത്രജ്ഞരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ എല്ലാ ബാങ്കുകളുടെയും ATM സെന്ററുകൾ ഇത്തരം പ്ലാസ്റ്റിക് നോട്ടുകൾ ക്രയവിക്രയം ചെയ്യുന്നതിന് സജ്ജമാണ് എന്നും RBI വിലയിരുത്തുന്നു. അതുകൊണ്ട് ATM സെന്ററുകളുടെ രൂപത്തിലോ ഭാവത്തിലോ പ്രവർത്തന രീതിയിലോ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് RBI അഭിപ്രായപ്പെടുന്നത്. എല്ലാ ബാങ്കുകളും ഇതിന് പിന്തുണ അറിയിച്ചതായും RBI വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ATMകൾ ഇത്തരത്തിൽ ഉള്ള കറൻസി നോട്ടുകൾ വിതരണം ചെയ്യുന്നതിന് സുസജ്ജമാണ്. പ്ലാസ്റ്റിക് നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിപണിയിൽ ഇറക്കാനുള്ള പൈലറ്റ് പ്രോജക്റ്റ് RBI ഉടൻ തന്നെ പ്രഖ്യാപിക്കും. 2012 UPA സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് 5 നഗരങ്ങളിൽ 10 രൂപയുടെ 100 പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ തീരുമാനമുണ്ടാകുന്നത്. നോട്ടുകൾ കൂടുതൽ കാലം നിലനിർത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യമെങ്കിലും സാങ്കേതിക വെല്ലുവിളി മൂലം ഈ പദ്ധതി ഉപേക്ഷിച്ചു. നിലവിൽ സാങ്കേതികവിദ്യ പുരോഗമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതുന്നത്. കേടുവന്ന നോട്ടുകൾ നശിപ്പിക്കുക എന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പോളിമർ നോട്ടുകൾക്ക് കഴിയും എന്നും RBI അവകാശപ്പെടുന്നു. വിപണിയിൽ നിന്ന് പഴകിയ നോട്ടുകൾ പിൻവലിക്കേണ്ടി വരുന്നത് വലിയ വെല്ലുവിളിയാണ്. 500 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്നത്. സിന്തറ്റിക് പോളിമർ ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ നിർമ്മിക്കുന്നത്. വെള്ളം, അഴുക്ക്, കീറൽ, മഷി എന്നിവയെ പ്രതിരോധിക്കാൻ പേപ്പർ നോട്ടുകളെക്കാൾ പോളിമർ നോട്ടുകൾക്ക് കഴിയും എന്ന് സാങ്കേതിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പേപ്പർ നോട്ടുകളെക്കാൾ കൂടുതൽ കാലം അവ നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല, സുതാര്യമായ പ്ലാസ്റ്റിക് വിൻഡോകൾ, പ്രത്യേക ആംഗിളുകളിൽ മാത്രം കാണാൻ കഴിയുന്ന മെറ്റൽ ഫിലിമുകൾ, അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ മാത്രം തെളിയുന്ന ഫ്ലോറസന്റ് സംയുക്തങ്ങൾ അടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ ഉള്ളതിനാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ എളുപ്പത്തിൽ വ്യാജമായി നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും വിലയിരുത്തപ്പെടുന്നു. പ്ലാസ്റ്റിക് നോട്ടുകൾ ഉപയോഗശൂന്യമാകുമ്പോൾ അവ ചെറുകഷ്ണങ്ങളാക്കി നുറുക്കി പ്രത്യേക പെല്ലറ്റുകളാക്കി മാറ്റി ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി പുനരുപയോഗിക്കാൻ കഴിയും എന്നും ഇതിന്റെ പ്രത്യേകതയായി പറയുന്നു. നിലവിൽ 60ഓളം രാജ്യങ്ങളിൽ പോളിമർ നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും പോളിമർ നോട്ടുകളിലേക്ക് മാറുമ്പോൾ നമ്മുടെ കറൻസി വിപ്ലവത്തിന് പുതിയ ഒരു മുഖം കൂടി ലഭിക്കും എന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ പുതിയ മുഖമായി തീർച്ചയായിട്ടും ഈ പോളിമർ പ്ലാസ്റ്റിക് നോട്ടുകൾ മാറും. ആധുനികതയ്ക്ക് ഒപ്പം, സാങ്കേതിക വിദ്യയ്ക്ക് ഒപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ സമ്പദ് രംഗത്തിന് കൂടുതൽ കരുത്തായി മാറാനും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒന്നായി മാറാനും പ്ലാസ്റ്റിക് പോളിമർ നോട്ടുകൾക്ക് കഴിയും എന്നും RBIയും കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രാലയവും പ്രത്യാശിക്കുന്നു. ഉടൻ തന്നെ പ്ലാസ്റ്റിക് നോട്ടുകൾ നമ്മളുടെ കൈകളിലൂടെ കടന്നുപോകുന്ന കാലം വിദൂരമല്ല എന്നും RBI വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഉടൻ തന്നെ ഇതിന്റെ പൈലറ്റ് പ്രോജക്റ്റ് വിപണിയിൽ ഇറക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്യും.